അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വരുന്ന റീൽസ് ആണ് 2024 ഒരു എൻഡിങ്ങിന്റെ റീൽസ് വീഡിയോസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മ്യൂസിക് വെച്ചുള്ള ഈ ഒരു 2024 ഒരു എൻഡിങ്ങിന്റെ റീൽ എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങനെ മേക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിന് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ട്യൂട്ടോറിയൽ കടക്കുന്നതിന് മുമ്പേ ജസ്റ്റ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുള്ള ഒരു 2024 ഒരു എൻഡിങ്ങിന്റെ ഒരു റീല് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് CapCut എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് CapCutൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനിലും എഡിറ്റ് ചെയ്യണം, ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ വേറെ 2 മോഡൽസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 2024 നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ രണ്ടും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു സ്റ്റാർട്ടിലായിട്ട് കണ്ടിട്ടുള്ള ഒരു ആൾ ദ സ്റ്റാർസ് എന്നുള്ളപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ ഈ ഒരു സോങ്ങിലാണ് ഈ ഒരു 2024 എൻഡിങ്ങിന്റെ റീൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു മ്യൂസിക്കിൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് മുകളിലത്തെ ന്യൂ പ്രൊജക്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ തന്നിട്ടുണ്ടാവും ഡൗൺലോഡ് ചെയ്യാൻ. അപ്പൊ അത് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ CapCutക്ക്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ CapCut ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊരു മ്യൂസിക് ആണ് കണ്ടോ. അപ്പൊ അതൊരു മ്യൂസിക് ആണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു ബോക്സിൽ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക, 9:16 കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഒരു എക്സ്ട്രാക്ട് ഓഡിയോ വേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു വീഡിയോന്ന് മ്യൂസിക് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതിനുശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഒരു മ്യൂസിക് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴത്തെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഒരു ബീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇനി കറക്റ്റ് ആ ഒരു മ്യൂസിക്കിനെ ബീറ്റ് കറക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ആ ബീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് സൈഡിൽ ഓട്ടോ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടിയിൽ ആഡിങ് ബീറ്റ്സ് കൊണ്ടുവരുന്ന ചെറിയ ലോഡിങ് നടക്കും. അപ്പോൾ അതൊരു മ്യൂസിക്കിന്റെ ബീറ്റ് മാർക്ക് അവിടെ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ വന്നു. അപ്പോൾ ഇതിൽ കാണുന്ന ഓരോ യെല്ലോ ഡോട്ടുണ്ട്. അപ്പോൾ ആ ഒരു യെല്ലോ ഡോട്ട് മൊത്തം ഓരോ ബീറ്റ് മാർക്കുകളാണ്. അപ്പോൾ ബീറ്റ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ താഴത്തെ ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് മേലത്തെ ഒരു പ്ലസ് ബട്ടൺ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു 2024 നടന്നിട്ടുള്ള ഓരോ മൊമെന്റ്സ് കാര്യങ്ങളായിട്ടുള്ള ഓരോ ക്ലിപ്സ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റത്തെ ഒരു ക്ലിപ്പ് പറയുമ്പോൾ നമ്മളവിടെ റിമെമ്പർ 2024 എന്നുള്ളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ക്ലിപ്പാണ്. അപ്പോൾ അത് ഒരു നല്ല ഒരു ടൈപ്പ് ആയിട്ടുള്ളൊരു ക്ലിപ്പ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു കാറ് ഇങ്ങനെ ഈ ഡ്രൈവ് ചെയ്യണ ഒരു ക്ലിപ്പ് റിമെമ്പർ 2024 ആഡ് ചെയ്യേണ്ട ഒരു ക്ലിപ്പാക്കിയിട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഓരോ നടന്നിട്ടില്ല 2024 നടന്നിട്ടുള്ള ഓരോ മൊമെന്റ്സ് ആയിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്സ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഇതിൽ റിമെമ്പർ 2024 എന്നുള്ള ഒരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒന്നാമത്തെ ക്ലിപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക കുറച്ച് ഭാഗം. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് ഒരു 3 സെക്കൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അത് കറക്റ്റ് 3 സെക്കൻഡ് തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മൂന്നാമത്തെ ക്ലിപ്പ് അവിടെ 3 സെക്കൻഡ് ആക്കിയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അതൊന്ന് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഒരു ക്ലിപ്പ് ജസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ട് അത് രണ്ടാമത്തെ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ ഒരു സെക്കൻഡ് 1.1 സെക്കൻഡ് ഏകദേശം ആ ബീറ്റ് മാർക്കിന് അനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡ് നമ്മൾ ഏകദേശം ഒരു ബീറ്റ് മാർക്ക് ലെവൽക്ക് തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. കണ്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഏകദേശം നിങ്ങളൊരു 2.9 സെക്കൻഡിലാണ് ഇപ്പോൾ ആ ബീറ്റ് മാർക്ക് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു റേഞ്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്കൻഡ് ക്ലിപ്പ് 1.1 സെക്കൻഡ് ബീറ്റ് മാർക്കിന് അനുസരിച്ചിട്ട് ഞാൻ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം. അപ്പോൾ ഇനി അടുത്തത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു യെല്ലോ ഡോട്ട് കണ്ടോ, ആ ഒരു യെല്ലോ ഡോട്ടിന് അനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലിപ്പിൻ്റെയും ഡ്യൂറേഷൻ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ആ മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്കിന് അനുസരിച്ച് എല്ലാ ക്ലിപ്സും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബാലൻസ് വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ മ്യൂസിക്കിൻ്റെ ബീറ്റിന് അനുസരിച്ചിട്ട് ബാക്കിയുള്ള ക്ലിപ്സുകളൊക്കെ നമ്മൾ കറക്റ്റ് ഓർഡർ ചെയ്തിട്ടു.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്ലിപ്പ് പറഞ്ഞാൽ നമ്മൾ 2.9 സെക്കൻഡാണ് കറക്റ്റ് ഈ ഒരു ബീറ്റ് മാർക്ക് അനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബീറ്റ് മാർക്കിൻ്റെ 1, 2, 3, 4 5ാമത്തെ ബീറ്റ് മാർക്കിൽ വെച്ചിട്ട് നമ്മൾ അവിടെ ഇൻഡിച്ചു. പിന്നെ രണ്ടാമത്തെ ക്ലിപ്പ് 6, 7ാമത്തെ ബീറ്റ് മാർക്കിൻ്റെ അടി വെച്ചിട്ട് നമ്മളവിടെ 1.2 ഡ്യൂറേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും എന്തിനാണ് ഈ ഒരു ക്ലിപ്പും 2 സെപ്പറേറ്റ് ഒരേ ക്ലിപ്പ് തന്നെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ചെറിയൊരു ഷട്ടർ സൗണ്ട്, സ്പീഡായിട്ടുള്ള ഒരു ഷട്ടർ സൗണ്ട്. ആ ഒരു ഷട്ടർ സൗണ്ടിലേക്ക് നമ്മൾ ഒരുപാട് വീഡിയോസ് പെട്ടെന്ന് പോണ രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ക്യാപ്കട്ടിൽ തന്നെ ചെയ്യാം. പക്ഷേ ക്യാപ്കട്ടിൽ ചെയ്യുമ്പോൾ ഒരുപാട് നേരം അതിൽ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എളുപ്പ വഴിയാണ്. VN വീഡിയോ എഡിറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ ഒരു പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സ് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ബാലൻസ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഒരു ക്ലിപ്സിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2, 3, 4, 5, 6 ക്ലിപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി ഒരു VNക്ക് ആഡ് ചെയ്തതിന് ശേഷം താഴത്തെ ഒരു ബോക്സിൽ കാണാൻ നിങ്ങൾക്ക് ട്രിം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ 0.1 എന്നുള്ളത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും നിങ്ങൾ ആ 0.1 സെക്കൻഡ് ഡ്യൂറേഷൻ ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ എല്ലാ ക്ലിപ്സുകൾക്കും ആ ഒരു 0.1 സെക്കൻഡ് ഇവിടെ ആക്കി കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇനി അടുത്ത് ചെയ്യേണ്ടത് താഴത്തെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഒരു സൂം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് അതിലെ സൂം ഇന്ന് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ടു ആൾ കൊടുക്കുക താഴത്തെ. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നുകിൽ ഇതിൻ്റെ ഓട്ടോയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മാനുവൽ പോയിട്ട് നല്ല ഫുൾ ക്ലാരിറ്റിയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നേരെ നമ്മുടെ ക്യാപ്കട്ടിക്ക് തന്നെ വരിക. ക്യാപ്കട്ടിക്ക് വന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു വീഡിയോ ക്ലിപ്പിലേക്കാണ് ഇനി നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നേരെ റീപ്ലേസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് താഴത്തെ ബോക്സിൽ ആഡ് ഓവറിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ആ രണ്ടാമത്തെ ക്ലിപ്പിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കുറച്ച് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ക്ലിപ്പുകൾ നമുക്ക് അതിൽ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്ലിപ്പ് സ്പീഡ് കൂട്ടി കൊടുക്കുക. നമ്മളിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ സ്പീഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കൂട്ടി കൊടുക്കുക. നല്ല കൂട്ടി കൊടുക്കരുത്, അപ്പോൾ ആകതാവും. അപ്പോൾ ഏകദേശം കുറച്ചും കൂടി ക്ലിപ്സ് ഉൾക്കൊള്ളുന്ന രീതിക്ക് കൂട്ടി കൊടുത്തതിന് ശേഷം ഇത് അതിനനുസരിച്ചിട്ട് കറക്റ്റ് നമ്മുടെ രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് മേലായിട്ട് കാണാം താഴത്തെ ബോക്സിൽ ഒരു മെയിൻ ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ, അത് ഇട്ട് കഴിഞ്ഞാൽ മേലക്കാണ് പോകും. എന്നിട്ട് നമ്മൾ മറ്റേ ക്ലിപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഷട്ടർ സ്പീഡിൽ ഒരുപാട് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റി. ഇനി അടുത്തായി ചെയ്യേണ്ടത് ഒരു ഷട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യലാണ്, ഒരു ബ്ലാക്ക് ഷട്ടർ നമ്മളെ വീഡിയോക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം ആഡ് ഓവറിൽ കൊടുത്തിട്ട് ഒരു ഫോട്ടോയിൽ പോയിട്ട് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളത് വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഒന്നാമത്തെ ആ ഒരു ക്ലിപ്പിൻ്റെ അവിടേക്ക് നിങ്ങൾ ഈ ഒരു ഷട്ടറിൻ്റെ ഇത് ഒഴിവാക്കി കൊടുക്കുക. നമുക്ക് ഈ ഒരു ഷട്ടറിൻ്റെ ആ ഒരു സൗണ്ട് വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഷട്ടർ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ ക്ലിപ്പിൻ്റെ ഒരു സെക്ഷൻ നിങ്ങൾ ആ ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ മാസ്ക് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലെ മിറർ കൊടുക്കുക. എന്നിട്ട് അത് ഇൻവെർട്ട് കൊടുക്കുക. ഇൻവെർട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ വന്നിട്ട് നമ്മളെ ഈ ഒരു സ്പീഡ് ക്ലിപ്പ് ആഡ് ചെയ്യണ ഇപ്പോൾ നമ്മൾ VNൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് എവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യണമെന്ന് നോക്കുക. ആ ഒരു എൻഡിനെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു കീ ഫ്രെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ബ്ലാക്ക് മാസ്ക് നിങ്ങളുടെ വീഡിയോ എത്ര വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്യുമ്പോൾ മേലെ 0 ഡിഗ്രിയിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഈ ഒരു റേഞ്ചിലേക്ക് അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നേരെ നമ്മുടെ വീഡിയോൻ്റെ ഈ ഒരു ബ്ലാക്കിൻ്റെ ലെയറിൻ്റെ സ്റ്റാർട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ഷട്ടർ മേലേക്ക് ആക്കി കൊടുക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് പുറത്തേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ഷട്ടർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ ഈ ഒരു സ്റ്റാർട്ട് ക്ലിപ്പിലേക്ക് റിമെമ്പർ 2024 എന്നുള്ള ഒരു ടെക്സ്റ്റ് നമ്മളവിടെ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാൻ പറയണില്ല, അത് നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടില്ലെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ റിമെമ്പർ 2024 എന്നുള്ള ടെക്സ്റ്റ് തന്നെ അവിടെ എഴുതി കൊടുക്കുക. ഈ ഒരു താഴത്തെ ബോക്സിൽ ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമേഷന്, കളറ്, ഷാഡോസ്, ഗ്ലോ കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ബാക്കിയുള്ള ആ ഒരു ടെക്സ്റ്റും കൂടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ റിമെമ്പർ 2024 അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ വല്ല ഈ 2024 റിലേറ്റഡ് ആയിട്ട് വേറെ വല്ല ക്യാപ്ഷൻ ഇതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കുക. അപ്പോൾ അത് ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയുണ്ടാവും.
അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി വീഡിയോ ലൈക്ക് ചെയ്ത് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ കൂടി തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.